അല്ല, ഈ സംഭവം ഉണ്ടായ ഘട്ടത്തിൽ തന്നെ രക്ഷാപ്രവർത്തനത്തിന് പൂർണ്ണമായി സഹകരിച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരും ഉണ്ട്. ഞങ്ങളുടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി അത് അപ്പം തന്നെ പറഞ്ഞു, പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, ഇവിടെ മുൻ MLA ശശിയേട്ടൻ, അതുപോലെ റഫീഖ് എന്നിവരുടെ നേതൃത്വത്തിൽ ഇതിനോട് സഹകരിച്ച് പൂർണ്ണമായിട്ടുണ്ട്. എല്ലാവരും ചേർന്നാണല്ലോ നിൽക്കേണ്ടത്. അതുതന്നെയാണ് ഞങ്ങളുടെ നിലപാട്. എന്നാൽ എല്ലാവരെയും യോജിപ്പിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്തമുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ഞാനിപ്പോഴാണ് മനസ്സിലാക്കുന്നത്, പത്രസമ്മേളനത്തിൽ ആ യോജിപ്പിന് വിരുദ്ധമായ ചില പരാമർശങ്ങൾ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം ഘട്ടത്തിലൊരു മുഖ്യമന്ത്രി അങ്ങനെ പറയാൻ പാടുണ്ടോ? നമ്മുടെ നാട് ഇതുപോലെ ഒരുപാട് ദുരന്തങ്ങൾ കണ്ടാണ്. അന്നൊക്കെ കേരളത്തിലെ അന്നത്തെ മുഖ്യമന്ത്രി എടുത്ത നിലപാട് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. എല്ലാവരും അത് അംഗീകരിച്ചതും മാതൃകയാക്കണമെന്ന് പറഞ്ഞതുമാണ്. എന്നാൽ ഇവിടെ അനാവശ്യമായ അപക്വമായ പ്രസ്താവനകൾ ഈ ഘട്ടത്തിൽ എല്ലാവരും ഒന്നിച്ചു നിന്ന് രക്ഷാപ്രവർത്തനത്തിനും മറ്റ് പ്രവർത്തനങ്ങളിലും പങ്കുകൊള്ളേണ്ട ഈ ഘട്ടത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി നടത്തുന്നത് പ്രതിഷേധാർഹമാണ്. ഒരിക്കലും അങ്ങനെ നടത്താൻ വേണ്ടി പാടില്ല. അദ്ദേഹം, എനിക്ക് തോന്നുന്നു, ഈ കരാറുകാരിൽ എല്ലാ കുറ്റവും ആരോപിച്ചതിൻ്റെ ജാള്യതയിലാണെന്ന് തോന്നുന്നു. മണ്ണ് മാറ്റാൻ പറഞ്ഞിട്ടും കരാറുകാർ മാറ്റിയില്ല. സ്വാഭാവികമായിട്ടും സമൂഹം ആകെ ചോദിച്ചു, മണ്ണ് അവർ മാറ്റിയിട്ടില്ലെങ്കിൽ മാറ്റിക്കേണ്ട പണി സർക്കാരിനല്ലേ? ഈ 10-17 ദിവസമായിട്ട് സർക്കാർ എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ള ചോദ്യം വന്നതിൻ്റെ ജാള്യത കൂടി ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്, എല്ലാവരും യോജിപ്പിക്കാനുള്ള നിലപാടെടുക്കണം. നിയമസഭയിൽ പ്രസംഗിക്കുന്നത് പോലെ, പത്രസമ്മേളനത്തിൽ വാചകക്കസർത്ത് അടിക്കുന്ന പോലെയല്ല ഭരണചക്രം തിരിക്കുന്നതെന്ന് മിസ്റ്റർ VD സതീശൻ ഒന്ന് തിരിച്ചറിയണം. എല്ലാവരും യോജിപ്പിക്കേണ്ട നിലപാടാണ് ഇത്തരം ഘട്ടങ്ങളിൽ എടുക്കേണ്ടത്. ഞങ്ങൾ പൂർണ്ണമായിട്ട് ഞങ്ങളെല്ലാവരും സഹകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ കുത്തി നിങ്ങളൊന്നും ഇതിൽ വേണ്ട, ഇതൊക്കെ ഞങ്ങൾ ചെയ്തോളാമെന്ന് പറയുന്ന നിലയിലേക്കുള്ള പ്രസ്താവനകൾ ഇറക്കുന്നത് ഗുണകരമല്ല. കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കന്മാർ, അല്ലെങ്കിൽ കോൺഗ്രസിലെ മുൻ മുഖ്യമന്ത്രിമാരും മുൻ മന്ത്രിമാരൊക്കെ അദ്ദേഹത്തെ ഒന്ന് ഉപദേശിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഇത്തരം ഘട്ടത്തിൽ എങ്ങനെയാണ് ഒരു മുഖ്യമന്ത്രി പെരുമാറേണ്ടത് എന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതാണ്. ഞങ്ങൾ ആദ്യാവസാനം ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഉണ്ടാകും. ഇതിൻ്റെ പല പോരായ്മകളുമുണ്ട്. ആ പോരായ്മകൾ നമ്മൾ പിന്നീട് ശക്തമായി ചർച്ച ചെയ്യാൻ വേണ്ടി മുന്നോട്ട് പോകും. ഇതിൽ ഈ അപകടമുണ്ടായി അധികം പരിശോധനകളൊന്നും നടത്തുന്നതിന് മുമ്പേ തന്നെ മന്ത്രിമാർ പറയുകയാണ് കമ്പനിയുടെ ഭാഗത്താണ് തിടുക്കപ്പെട്ടാണ് പ്രതികരണം നടത്തിയത്. പക്ഷേ മന്ത്രിമാർ ഇന്നലെ രാത്രി ഇവിടെ വന്നിരുന്നു. വീണ്ടും ആവർത്തിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അതിന് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഓരോ മന്ത്രിമാരും ഓരോന്നാണ് പറയുന്നത്. ഒരു മന്ത്രി പറയുന്നു അത് മാൻമെയ്ഡ് ഡിസാസ്റ്റർ ആണെന്ന്, ഒരു മന്ത്രി പറയുന്നു അയ്യോ ഇതിൻ്റെ വകുപ്പല്ല വേറെ വകുപ്പാണെന്ന്, വേറൊരു മന്ത്രി പറയുന്നു പഴയ സർക്കാരിൻ്റെ കുഴപ്പമാണെന്ന്, മുഖ്യമന്ത്രി പറയുന്നു കരാറുകാരനാണ് എല്ലാ കുഴപ്പവും. ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നു ഇതിൽ മാൻമെയ്ഡ് ഡിസാസ്റ്റർ അല്ല, അത് വേറെ ചില ഡിസാസ്റ്ററാണ്. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞൊരു കലക്റ്റീവ് ലീഡർഷിപ്പ് ആകുന്നില്ല. ഇത്തരം ഘട്ടങ്ങളിലൊരു കലക്റ്റീവ് ലീഡർഷിപ്പ് ആകണ്ടേ? മൈക്ക് കാണുമ്പോൾ എല്ലാ മന്ത്രിമാരും ചാടി ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളത് പറയേണ്ട ഒരു സമയമല്ലത്. ഇത് എല്ലാവരെയും യോജിപ്പിച്ച് നിർത്തി മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ്. അതിനുള്ള പക്വത കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കാണിക്കണമെന്ന് അഭ്യർത്ഥിക്കുക. അല്ല, സൈറ്റിൻ്റെ അവിടെ പോയി അവിടെ എല്ലാവരെയും കണ്ടു, വളണ്ടിയേഴ്സിനെ കണ്ടു, എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രാൻസിസിൻ്റെ നേതൃത്വത്തിൽ യൂത്ത് ബ്രിഗേഡ് അവിടെ വളരെ സജീവമായിട്ട്, DYFI ജില്ലാ സെക്രട്ടറി അന്ന് ചൂരൽമല ദുരന്തത്തിന് അവരെ കണ്ടല്ലോ. അതുപോലെ എല്ലാ വളണ്ടിയർമാർ, എല്ലാ സംഘടനകളും എല്ലാവരും ഉണ്ട്, എല്ലാവരെയും കണ്ടു, എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നത്. പക്ഷെ അവരൊക്കെ ദുഃഖിതരാണ്. ഇങ്ങനെയൊക്കെ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഇതിൻ്റെ നേതൃത്വം ഒരു ഗവൺമെൻറ് അല്ലേ? ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ്റിൻ്റെ തലവനായ മുഖ്യമന്ത്രി ഇങ്ങനെ ആളുകളിൽ വിള്ളലുണ്ടാക്കുന്ന നിലയിൽ രാഷ്ട്രീയ പ്രസ്താവനകൾ ഈ ഘട്ടത്തിൽ നടത്തുന്നത് ഗുണകരമല്ല, അത് ശരിയല്ല. ഞങ്ങളെക്കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നത് മുഖ്യമന്ത്രിയുടെയും ചില മന്ത്രിമാരുടെയും നിലപാടാണ്. അതുകൊണ്ട് ഇത്തരം നിലപാട് മുഖ്യമന്ത്രി ഇത്തരം നിലപാടിൽ നിന്ന് പുറകോട്ട് പോകണം. എല്ലാവരും യോജിപ്പിക്കണം. ഈ ഘട്ടം അതാണ്, എല്ലാവരും യോജിപ്പിക്കേണ്ട ഘട്ടമാണ്.